പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാനവിഷയം മത്തായി 14 അധ്യായമാണ്. ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നിരവധി ശക്തമായ സംഭവങ്ങളാണ്. സ്നാപക യോഹന്നാന്റെ മരണം, യേശുവിന്റെ കരുണ, 5000 പേരെ 5 അപ്പവും 2 മീനും കൊണ്ട് പോഷിപ്പിച്ച അത്ഭുതം, കടലിന്മേൽ നടന്ന യേശു, വെള്ളത്തിന്മേൽ നടന്ന പത്രോസ്, അവന്റെ ഭയം, കർത്താവേ രക്ഷിക്കണമേ എന്ന നിലവിളി, യേശുവിന്റെ ഉടനെയുള്ള ഇടപെടൽ. ഇവ വെറും പഴയകാല സംഭവങ്ങളല്ല. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഭയം വരുമ്പോൾ, കുറവുകൾ അനുഭവപ്പെടുമ്പോൾ, നമ്മൾ തളരുമ്പോൾ ഈ വചനങ്ങൾ നമ്മോട് സംസാരിക്കുന്നു. 1. സ്നാപക യോഹന്നാന്റെ ധൈര്യം. ഹേറോദേസ് രാജാവ് സ്നാപക യോഹന്നാനെ കാരാഗൃഹത്തിൽ അടച്ചിരുന്നു. കാരണം യോഹന്നാൻ രാജാവിനോട് സത്യം തുറന്നു പറഞ്ഞു. ഹേറോദേസിന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യയെ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ലെന്ന് യോഹന്നാൻ പറഞ്ഞു. അധികാരമുള്ള ഒരാളുടെ മുമ്പിൽ സത്യം പറയുന്നത് എളുപ്പമല്ല. പക്ഷേ യോഹന്നാൻ സത്യത്തെ ഭയപ്പെട്ടില്ല. അവൻ രാജാവിനെ ഭയപ്പെട്ടില്ല. ദൈവത്തിന്റെ മുമ്പിൽ ശരിയായത് പറയുന്നതിൽ അവൻ വിട്ടുവീഴ്ച ചെയ്തില്ല. ഇവിടെ നമുക്ക് ഒരു വലിയ പാഠമുണ്ട്. സത്യം പറയുന്നതിന് ചിലപ്പോൾ വില കൊടുക്കേണ്ടിവരും. എങ്കിലും സത്യത്തെ ഉപേക്ഷിച്ച് ജീവിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ മുമ്പിൽ സത്യസന്ധമായി നിൽക്കുന്നതാണ് പ്രധാനപ്പെട്ടത്. 2. തെറ്റായ വാഗ്ദാനത്തിന്റെ അപകടം. ഹേറോദേസിന്റെ ജന്മദിനത്തിൽ ഹേറോദിയായുടെ മകൾ നൃത്തം ചെയ്തു. അവളിൽ സന്തുഷ്ടനായ രാജാവ് അവൾ ചോദിക്കുന്നതെന്തും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അവൾ അമ്മയുടെ നിർദ്ദേശപ്രകാരം സ്നാപക യോഹന്നാന്റെ തല ആവശ്യപ്പെട്ടു. രാജാവ് ദുഃഖിതനായി. എങ്കിലും തന്റെ ശപവും അതിഥികളുടെ മുമ്പിലുള്ള അഭിമാനവും കാരണം അവൻ തെറ്റായ തീരുമാനമെടുത്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ വേണ്ടി തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത്. ചിലപ്പോൾ നമ്മൾ പറയാം, ഞാൻ വാക്ക് കൊടുത്തതാണ്. പക്ഷേ തെറ്റായ വാക്ക് പാലിക്കുന്നതിനേക്കാൾ തെറ്റായ തീരുമാനം തിരുത്തുന്നതാണ് നല്ലത്. 3. യേശുവിന്റെ ഹൃദയത്തിലെ കരുണ. യോഹന്നാന്റെ മരണവാർത്ത യേശു കേട്ടു. യേശു ഒരു വിജനസ്ഥലത്തേക്ക് മാറിപ്പോയി. എന്നാൽ ജനക്കൂട്ടം അവനെ പിന്തുടർന്നു. യേശു അവരെ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? അവരോട് അനുകമ്പ തോന്നി. അവിടെയുള്ള രോഗികളെ യേശു സുഖപ്പെടുത്തി. ഇത് യേശുവിന്റെ ഹൃദയം നമ്മെ കാണിച്ചു തരുന്നു. അവൻ സ്വന്തം വേദനയിൽ ആയിരുന്നപ്പോഴും മറ്റുള്ളവരുടെ വേദന കണ്ടു. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ നമ്മൾ തന്നെ വേദനയിലായിരിക്കും. എന്നാൽ മറ്റൊരാളുടെ കണ്ണീരിലേക്ക് നോക്കാൻ കഴിയുന്ന ഹൃദയമാണ് ക്രിസ്തുവിന്റെ ഹൃദയം. സ്വന്തം വേദനക്കിടയിലും മറ്റുള്ളവരോട് കരുണ കാണിക്കുക. 4. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. സായാഹ്നമായി. ജനക്കൂട്ടം വലിയതായിരുന്നു. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ജനങ്ങളെ പറഞ്ഞേക്കുക, അവർ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങട്ടെ. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. ശിഷ്യന്മാർക്ക് കൈവശമുണ്ടായിരുന്നത് എന്തായിരുന്നു? 5 അപ്പം 2 മത്സ്യം. അത്രയും വലിയ ജനക്കൂട്ടത്തിന് ഇത് ഒന്നുമല്ലെന്ന് തോന്നാം. പക്ഷേ യേശുവിന്റെ കയ്യിൽ ചെറിയത് പോലും വലിയ അനുഗ്രഹമായി മാറുന്നു. 5. നിങ്ങളുടെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും എന്താണ്? ഇതാണ് ഈ ഭാഗം നമ്മോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് പണമില്ല, എനിക്ക് അവസരമില്ല, എന്റെ പ്രശ്നം വളരെ വലുതാണ്. പക്ഷേ യേശു ചോദിക്കുന്നത്, നിന്റെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ വളരെ കുറച്ചായിരിക്കാം. ഒരു ചെറിയ കഴിവ്, ഒരു ചെറിയ അവസരം, ഒരു ചെറിയ വരുമാനം, ഒരു ചെറിയ വിശ്വാസം, ഒരു ചെറിയ പ്രാർത്ഥന, ഒരു ചെറിയ നല്ല പ്രവൃത്തി. അത് യേശുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ ഫലം നമ്മൾ കരുതുന്നതിലും വലുതാകാം. 6. 5 അപ്പവും 2 മത്സ്യവും. യേശു ആ 5 അപ്പവും 2 മത്സ്യവും എടുത്തു. സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ചു. അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകി. ശിഷ്യന്മാർ ജനങ്ങൾക്ക് വിളമ്പി. എല്ലാവരും ഭക്ഷിച്ചു. എല്ലാവരും തൃപ്തരായി. അതിലും അത്ഭുതകരമായ കാര്യം, ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ ശേഖരിച്ചു. ഭക്ഷിച്ച പുരുഷന്മാർ മാത്രം ഏകദേശം 5000 പേരായിരുന്നു. കുറവ് യേശുവിന്റെ കയ്യിൽ എത്തിയപ്പോൾ സമൃദ്ധിയായി മാറി. ഇത് നമ്മുടെ ജീവിതത്തിനും വലിയ പ്രത്യാശയാണ്. 7. ദൈവത്തിന് നൽകാൻ നിങ്ങൾ മടിക്കുന്നതെന്താണ്?
നമ്മുടെ കഴിവുകൾ ചെറുതാണെന്ന് കരുതി അവ മറച്ചുവെക്കരുത്. ദൈവത്തിന് സമർപ്പിക്കുക. നിങ്ങളുടെ സമയം, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം ചെറിയതാണോ വലുതാണോ എന്നതല്ല പ്രധാനപ്പെട്ടത്. അത് ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ടത്. 8. യേശു ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്നു. ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട ശേഷം യേശു എന്തു ചെയ്തു? അവൻ മലയിൽ ഏകാന്തമായി പ്രാർത്ഥിക്കാൻ പോയി. ഇത് വളരെ മനോഹരമായ ഒരു മാതൃകയാണ്. വലിയ അത്ഭുതങ്ങൾ ചെയ്ത ശേഷവും യേശു പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തി. ജനക്കൂട്ടത്തിനിടയിലും പ്രാർത്ഥന, തിരക്കിനിടയിലും പ്രാർത്ഥന, വിജയത്തിനുശേഷവും പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥന ഒരു അവസാന ആശ്രയം മാത്രമാകരുത്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. 9. കൊടുങ്കാറ്റിൽപ്പെട്ട ശിഷ്യന്മാർ. ഇതിനിടെ ശിഷ്യന്മാരുടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു. കാറ്റ് പ്രതികൂലമായിരുന്നു. തിരമാലകൾ ശക്തമായിരുന്നു. വഞ്ചി വല്ലാതെ ഉലഞ്ഞു. യേശു അപ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിലെ ചില സമയങ്ങളെപ്പോലെയാണ്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പ്രശ്നങ്ങൾ അവസാനിക്കാത്ത സമയം. നമ്മൾ വിശ്വസിച്ചിട്ടും കാറ്റ് ശക്തമാകുന്ന സമയം. നമ്മൾ ശരിയായ വഴിയിൽ നടന്നിട്ടും ജീവിതം പ്രയാസപ്പെടുന്ന സമയം. വിശ്വാസികൾക്ക് കൊടുങ്കാറ്റുകൾ ഉണ്ടാകില്ല എന്നല്ല, പക്ഷേ കൊടുങ്കാറ്റിന്റെ നടുവിലും യേശു നമ്മെ കാണുന്നു. 10. യേശു കടലിന്മേൽ നടക്കുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു കടലിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. ശിഷ്യന്മാർ ഭയപ്പെട്ടു. അവർ നിലവിളിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. എത്ര മനോഹരമായ വാക്കുകൾ! പ്രശ്നം ആദ്യം മാറിയില്ല. കൊടുങ്കാറ്റ് ഉടനെ അവസാനിച്ചില്ല. പക്ഷേ യേശുവിന്റെ സാന്നിധ്യം അവർക്കു ലഭിച്ചു. ചിലപ്പോൾ ദൈവം നമ്മുടെ പ്രശ്നം ഉടൻ മാറ്റുകയല്ല ചെയ്യുന്നത്. പകരം പ്രശ്നത്തിന്റെ നടുവിലൂടെ നമ്മോടൊപ്പം നടക്കുകയാണ് ചെയ്യുന്നത്. 11. പത്രോസിന്റെ വിശ്വാസം. പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാനും വെള്ളത്തിന്മീതെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കണമേ. യേശു പറഞ്ഞു, വരൂ. പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി. അവൻ വെള്ളത്തിന്മീതെ നടന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ കൊടുങ്കാറ്റിനിടയിൽ വഞ്ചിയിൽ നിന്ന് ഇറങ്ങുന്നു. കാരണം അവന്റെ കണ്ണുകൾ യേശുവിലായിരുന്നു. 12. കണ്ണുകൾ യേശുവിൽ നിന്ന് മാറിയപ്പോൾ പത്രോസ് വെള്ളത്തിന്മീതെ നടക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് അവൻ എന്താണ് കണ്ടത്? കാറ്റ്. കാറ്റിനെ കണ്ടപ്പോൾ അവൻ ഭയന്നു. അവൻ മുങ്ങിത്തുടങ്ങി. ഇവിടെ നമ്മുടെ ജീവിതത്തിനുള്ള വലിയൊരു സന്ദേശമുണ്ട്. യേശുവിൽ നോക്കുമ്പോൾ വിശ്വാസം ശക്തമാകുന്നു. പ്രശ്നങ്ങളിൽ മാത്രം നോക്കുമ്പോൾ ഭയം ശക്തമാകുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ്. പ്രശ്നത്തെ മാത്രം നോക്കിയാൽ ഇത് എങ്ങനെ ശരിയാകും, ഇനി എന്ത് ചെയ്യും, എല്ലാം അവസാനിച്ചു എന്ന ചിന്തകൾ വരാം. പക്ഷേ യേശുവിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എല്ലാം മനസ്സിലാകുന്നില്ലെങ്കിലും എന്നെ നയിക്കാൻ അവൻ ഉണ്ടല്ലോ എന്ന വിശ്വാസം ഉണ്ടാകുന്നു. 13. കർത്താവേ, രക്ഷിക്കണമേ. പത്രോസ് മുങ്ങിത്തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു, കർത്താവേ, രക്ഷിക്കണമേ. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. വലിയ വാക്കുകൾ ആവശ്യമില്ല. വലിയ പ്രസംഗം ആവശ്യമില്ല. ചിലപ്പോൾ ഒരു വാക്ക് മതി. കർത്താവേ, രക്ഷിക്കണമേ. നമ്മൾ തകർന്നിരിക്കുമ്പോൾ പറയാം. നമ്മൾ ഭയപ്പെടുമ്പോൾ പറയാം. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ പറയാം. നമ്മുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ പറയാം, കർത്താവേ, രക്ഷിക്കണമേ. 14. യേശു ഉടനെ കൈ നീട്ടി. പത്രോസ് നിലവിളിച്ചപ്പോൾ യേശു എന്തു ചെയ്തു? ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. ഇതാണ് ഈ സംഭവത്തിലെ ഏറ്റവും ആശ്വാസകരമായ ഭാഗം. പത്രോസ് മുങ്ങിയ ശേഷം യേശു അവനെ കണ്ടെത്തിയതല്ല. അവൻ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു കൈനീട്ടി. നമ്മളും ജീവിതത്തിൽ മുങ്ങുന്നതുപോലെ തോന്നുന്ന നിമിഷങ്ങളുണ്ടാകും. പക്ഷേ ഓർക്കുക, നിങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും യേശുവിന്റെ കൈ നിങ്ങളിലേക്കെത്താൻ കഴിയും. 15. അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? യേശു പത്രോസിനോട് ചോദിച്ചു. അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? ഇത് പത്രോസിനെ അപമാനിക്കുന്ന ചോദ്യം മാത്രമല്ല, അവന്റെ വിശ്വാസത്തെ വളർത്താനുള്ള ചോദ്യം കൂടിയാണ്. പത്രോസ് യേശുവിലേക്ക് നോക്കിയപ്പോൾ നടന്നു. കാറ്റിലേക്ക് നോക്കിയപ്പോൾ തളർന്നു. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ എവിടെയാണ് എന്നത് വളരെ പ്രധാനമാണ്.
പ്രശ്നങ്ങൾ നമ്മുടെ കണ്ണുകളെ പിടിച്ചടക്കുമ്പോൾ വിശ്വാസം ദുർബലമാകാം. യേശുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രത്യാശ വീണ്ടും ശക്തമാകും. 16. കാറ്റ് ശമിച്ചു. യേശുവും പത്രോസും വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. ശിഷ്യന്മാർ യേശുവിനെ ആരാധിച്ചു. അവർ പറഞ്ഞു, സത്യമായും നീ ദൈവപുത്രനാണ്. ചില അനുഭവങ്ങൾ നമ്മെ കൂടുതൽ ആഴത്തിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. കൊടുങ്കാറ്റ് നമ്മെ തകർക്കാനല്ല മാത്രം വരുന്നത്. ചിലപ്പോൾ അത് യേശു ആരാണെന്ന് കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു. 17. ഗനേസ്രത്തിലെ രോഗികൾ. അവർ ഗനേസ്രത്തിൽ എത്തിയപ്പോൾ ജനങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. അവർ രോഗികളെ അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ ഒന്നു തൊടാൻ പോലും അവർ അപേക്ഷിച്ചു. തൊട്ടവരെല്ലാം സുഖം പ്രാപിച്ചു. ഇവിടെ വീണ്ടും യേശുവിന്റെ കരുണയും ശക്തിയും നമ്മൾ കാണുന്നു. ജനങ്ങൾ അവന്റെ അടുത്തേക്ക് വന്നു. അവൻ അവരെ നിരസിച്ചില്ല. യേശുവിന്റെ അടുത്തേക്ക് വരുന്നവരെ അവൻ സ്വീകരിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിനുള്ള 5 പ്രധാന സന്ദേശങ്ങൾ. 1. ചെറിയതിനെ നിസ്സാരമാക്കരുത്. 5 അപ്പവും 2 മത്സ്യവും വളരെ കുറവായിരുന്നു. പക്ഷേ യേശുവിന്റെ കയ്യിൽ അത് മതിയായിരുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ അനുഗ്രഹം ദൈവത്തിന് സമർപ്പിക്കുക. 2. കൊടുങ്കാറ്റ് വന്നാൽ ഭയപ്പെടരുത്. കൊടുങ്കാറ്റ് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം അല്ല. യേശു നിങ്ങളുടെ വഞ്ചിയിൽ എത്താൻ കഴിവുള്ളവനാണ്. 3. പ്രശ്നത്തിലല്ല, യേശുവിൽ നോക്കുക. പത്രോസ് യേശുവിൽ നോക്കിയപ്പോൾ നടന്നു. കാറ്റിൽ നോക്കിയപ്പോൾ മുങ്ങി. നമ്മുടെ ശ്രദ്ധ നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കുന്നു. 4. സഹായം ആവശ്യമുള്ളപ്പോൾ വിളിച്ചു പറയുക. കർത്താവേ, രക്ഷിക്കണമേ എന്ന പത്രോസിന്റെ ചെറിയ പ്രാർത്ഥനയ്ക്ക് യേശു ഉടൻ പ്രതികരിച്ചു. നമ്മുടെ ഹൃദയത്തിന്റെ നിലവിളിയും ദൈവം കേൾക്കുന്നു. 5. കരുണയുള്ള ഹൃദയം സ്വന്തമാക്കുക. യേശു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി. നമ്മളും മറ്റുള്ളവരുടെ വേദന കാണുന്നവരാകണം. ഒരു വാക്ക്, ഒരു സഹായം, ഒരു പ്രാർത്ഥന, ഒരു സ്നേഹസ്പർശം ചിലപ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറാം. ആത്മീയമായി നമ്മോട് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. 1. എന്റെ കയ്യിലുള്ള ചെറിയതെല്ലാം ഞാൻ യേശുവിന് സമർപ്പിക്കുന്നുണ്ടോ? 2. എന്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റിനിടയിൽ ഞാൻ യേശുവിലേക്കാണോ നോക്കുന്നത്, അതോ പ്രശ്നത്തിലേക്കാണോ? 3. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ എന്റെ ഹൃദയത്തിൽ കരുണ ഉണ്ടാകുന്നുണ്ടോ? സമാപനം. പ്രിയപ്പെട്ടവരെ, മത്തായി 14 നമ്മോട് പറയുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. കുറവ് വന്നാലും ഭയപ്പെടേണ്ട. കൊടുങ്കാറ്റ് വന്നാലും ഭയപ്പെടേണ്ട. വഴി കാണാത്തപ്പോഴും ഭയപ്പെടേണ്ട. കാരണം 5 അപ്പവും 2 മത്സ്യവും അനുഗ്രഹമാക്കാൻ കഴിയുന്ന യേശു, കൊടുങ്കാറ്റിന്മേൽ നടക്കാൻ കഴിയുന്ന യേശു, മുങ്ങുന്ന പത്രോസിന്റെ കൈ പിടിച്ച യേശു, രോഗികളെ സുഖപ്പെടുത്തിയ യേശു ഇന്നും ശക്തനായ കർത്താവാണ്. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ വഞ്ചി ശക്തമായി ഉലയാം. കാറ്റ് ശക്തമായേക്കാം. തിരമാലകൾ ഉയർന്നേക്കാം. പക്ഷേ ആ നിമിഷത്തിൽ നമുക്ക് ഓർക്കാം, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. നമുക്ക് നമ്മുടെ കണ്ണുകൾ യേശുവിൽ ഉറപ്പിക്കാം. നമ്മുടെ കുറവുകൾ അവന്റെ കയ്യിലേൽപ്പിക്കാം. നമ്മുടെ ഭയങ്ങൾ അവന്റെ മുമ്പിൽ വെക്കാം. നമ്മുടെ കുടുംബത്തെയും ഭാവിയെയും അവന്റെ കൈകളിൽ സമർപ്പിക്കാം. പ്രാർത്ഥന. കർത്താവായ യേശുവേ, എന്റെ ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളിലും എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. എനിക്ക് കുറവുള്ളപ്പോൾ നിരാശപ്പെടാതെ എന്റെ കയ്യിലുള്ളത് അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. പ്രശ്നങ്ങളിലേക്ക് നോക്കി ഭയപ്പെടാതെ അങ്ങയിലേക്ക് നോക്കി വിശ്വസിക്കാൻ എനിക്ക് കൃപ തരണമേ. ഞാൻ മുങ്ങുന്നതുപോലെ തോന്നുന്ന നിമിഷങ്ങളിൽ അങ്ങയുടെ കൈ എന്നെ പിടിക്കണമേ. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകണമേ. എന്റെ വിശ്വാസം ശക്തമാക്കണമേ. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ബൈബിൾ ധ്യാനങ്ങളും ആത്മീയ സന്ദേശങ്ങളും തുടർന്നും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിലും യേശുവിന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.